وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. സ്നേഹമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് ആദ്യം എന്നെയും അതുപോലെ നിങ്ങളെ എല്ലാവരെയും വസിയ്യത്ത് ചെയ്യുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധമായ റമദാനിന്റെ വിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ നിറവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ പ്രതിഫലം കാംക്ഷിച്ച് നോമ്പെടുത്ത് അവന്റെ സ്വർഗപ്രവേശനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ആഫിയത്തിനെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കും. അതോടൊപ്പം അല്ലാഹുവിനോട് ആഫിയത്തോട് കൂടെയുള്ള ദീർഘായുസിനെയാണ് നമ്മൾ ചോദിക്കാറ്. ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസിനെ ചോദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോട് കൂടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആയുസ് നൽകുകയും ചെയ്തിട്ട് ആ ആയുസിന്റെ ഭൂരിഭാഗവും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുരാരോഗ്യം നൽകിയിട്ട് ആ ആയുസിനെ അവൻ കൽപ്പിച്ച അവൻ നിർദ്ദേശിച്ച വഴികളിലൂടെ വിനിയോഗിക്കാതെ അതിനു വേണ്ടി ചെലവഴിക്കാതെ നന്ദിയില്ലാത്തവരായി മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കൾ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത്? ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഹംദല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ആര് ചെന്നാലും നമസ്കരിക്കാൻ ചെന്നാൽ ജമാഅത്തായി നമസ്കാരവും കഴിയും. പിന്നെ അവർക്ക് ലഭിക്കുന്നത് നല്ല നല്ല ഉപദേശങ്ങൾ, റസൂലുള്ളാഹിയുടെ അടുത്ത് കിട്ടുന്ന മൊഴിമുത്തുകൾ വീണ് കിട്ടുന്ന നല്ല ഒരവസ്ഥയുണ്ടായിരുന്നു. ക്ലാസ് നടക്കാറുണ്ടായിരുന്നു പള്ളിയിൽ. അങ്ങനെ ഒരു ദിവസം വളരെ ലഘുവായ രീതിയിലുള്ള ഒരു ഉപദേശമൊക്കെ കേട്ട് റസൂലുള്ളാഹിയിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ കേട്ട് ഹംദല റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പോയി. എല്ലാവരും പോയി. അങ്ങനെ തിരിച്ച് ഹംദല റളിയല്ലാഹു അൻഹു വാവിട്ട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ സവിധത്തിലേക്ക് ഓടി വരികയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലൂടെയാണ് വരുന്നത്. ഹംദല ഓടുന്നതാണ് കാണുന്നത്. വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്താണ് ഹംദല പറയുന്നത്? കാതോത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹംദല പറഞ്ഞു, വാവിട്ട് കരഞ്ഞു, നാഫക ഹംദല, നാഫക ഹംദല. റസൂലുള്ളാഹിയോട് വാവിട്ട് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നബിയെ, ഹംദല മുനാഫിക്കായി പോയി. റസൂലുള്ളാഹി ചോദിച്ചു, അല്ല ഹംദല, എന്താണ് ഈ സമയത്ത് നീ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ, എന്തേ അങ്ങയെ മുനാഫിക്കാക്കാനുണ്ടായ കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോ, നബിയെ, അങ്ങയുടെ സദസ്സിൽ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങ് സ്വർഗത്തെ പറ്റി വിവരിക്കുമ്പോ, നരകത്തെ കുറിച്ച് വിവരിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ആ മഹത്തായ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ, നബിയെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയായിരുന്നു നബിയെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. അങ്ങനെ അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോ, പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോ, പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഇരുന്നപ്പോ ഒരല്പസമയം നബിയെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധത്തെ കുറിച്ച് ഒരല്പം ഞങ്ങൾ അശ്രദ്ധരായി പോയോ, കുറഞ്ഞു പോയോ എന്ന ഒരു തോന്നൽ. അതാണ് നബിയെ നാഫക ഹംദല, ഹംദല മുനാഫിക്കായി പോയി നബിയെ. നോക്കൂ നിങ്ങൾ,
മഹാന്മാര് ഇത്രയും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും അവരിട്ട് വിളിച്ച പേര് മുനാഫിഖ് എന്നാണെങ്കിൽ, ആ ചെറിയ ചെറിയ മൈന്യൂട്ടായ ഒരു വിഷയത്തിന് പോലും അവരൊക്കെ മുനാഫിഖ് എന്ന് പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിഖ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ വഴിയല്ലേ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നിശ്ചയമായും മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിയിൽ, ഏറ്റവും അടിയിലെ തട്ടിലാണ് അവരുടെ സ്ഥാനമെന്ന് മഹാനായ ഹംസല റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം വരെ 60-70 വയസ്സ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വായു തന്ന്, ജലം തന്ന്, ആരോഗ്യം തന്ന്, നല്ല ഭാര്യയെ തന്ന്, മാതാവിനെ തന്ന്, കുടുംബം തന്ന്, എല്ലാം തന്നിട്ടും, എല്ലാം അവൻ ഫ്രീ ആയി തന്നിട്ടും ഇതൊക്കെ വാരിക്കോരി സ്വീകരിക്കുന്ന നമ്മള് ഈ ദീനിന്, അല്ലാഹു പറഞ്ഞതിന് ഘടകവിരുദ്ധമായല്ലേ ജീവിക്കുന്നത്. നമ്മൾ എത്ര തവണ നമ്മെ തന്നെ വിളിക്കണം മുനാഫിഖെന്ന്? ആലോചിക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലാണ് പറഞ്ഞത്, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് മുനാഫിഖിന്റെ സ്ഥാനമെന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഇസ്ലാമിലേക്കുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തോടു കൂടി ഇസ്ലാമിന്റെ ഒരു കാലഘട്ടം തന്നെ മാറിയില്ലായിരുന്നു. അങ്ങനെയുള്ള മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മതിൽ ചാടിക്കടക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ രണ്ടുപേരും കൂടി ഇങ്ങനെ മതിൽ ചാടിക്കടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വേവലാതിപ്പെടുകയാണ്. പടച്ച റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന്. എങ്ങനെ ഉമറേ, നീ വഴി പഠിച്ചവനായിരുന്നില്ലേ? നിനക്ക് നിന്റെ റബ്ബ് അനുഗ്രഹത്തെ തന്നിട്ടില്ലേ? നിനക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലേ? നീ ഏറ്റവും നികൃഷ്ടനായിരുന്നില്ലേ ഉമറേ? എന്നിട്ട് നിന്നെ ലോകത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് ഉയർത്തിയില്ലേ ഉമറേ? ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിനോട് മറുപടി പറയേണ്ടി വരില്ലേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു ആരാ? ഉമറേ, ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ ഒരു കൊട്ടാരം കണ്ടു ഉമറേ. ഇന്നി വലന്തു ലീ, ഞാൻ ഉദ്ദേശിച്ചു അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഹബീബായ റസൂലുള്ളാഹി പറയാ, മനോഹരമായ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ കൊട്ടാരം. ആ കൊട്ടാരം ഉമറേ നിനക്കുള്ളതാണ് ഉമറേ എന്ന് അത്രയും സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വേവലാതിപ്പെടുകയാണ്, അദ്ദേഹം പ്രയാസപ്പെടുകയാണ്. അവർ പോകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത്, അല്ലേ? അല്ലാഹുവിന്റെ റസൂല് ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ ഖാരിബു ശദ്ദദു വഅമിലു. ആരോട്? ഖാരിബു, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അടുക്കണട്ടോ. പോരാ, ശദ്ദദു, ഒന്നുകൂടി നന്നായി പണിയെടുക്കണം, പ്രവർത്തിക്കണം. എന്തിന്? സ്വർഗത്തിന് വേണ്ടി. ആരോട്? ഒട്ടിയ വയറും വള്ളി പൊട്ടിയ ചെരുപ്പും ഒന്നുമില്ലാതെ നടന്ന് 450 കിലോമീറ്ററുകളോളം നടന്ന് കാൽനടയായി നടന്നിട്ട് മദീനയിൽ എത്തിച്ചേർന്ന ആ മഹാന്മാര്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി നടന്നെത്തിയവര്, അവരോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, പോരട്ടോ, ഖാരിബു ശദ്ദിദു വഅമിലു, പോരെ, ഇതൊന്നും മതിയാകൂലട്ടോ. ആരോട്? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. അറിയില്ലേ നിങ്ങൾക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഉപദ്രവിച്ചത് എത്രയായിരുന്നെന്ന്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പുറം, ഈ കമീസ് ഇങ്ങനെ പൊക്കി നോക്കിയാൽ എല്ലിങ്ങനെ കാണാമായിരുന്നു. എന്തുകൊണ്ട്? ഇരുമ്പിന്റെ കമ്പി, അത് മുള്ളുവേലി പോലുള്ള സാധനം കൊണ്ട് വാർന്ന് ഇറച്ചി പുറത്തെടുത്തിട്ട് സഹോദരന്മാര്. അത് മാത്രോ, ആ മുറിവിൽ നിന്ന് സ്വീകരിക്കുന്ന ചലമില്ലേ, ആ ചലം ഈ കടല് വിരിച്ചിട്ട് ആ കടലിലേക്ക് എടുത്തിടുന്ന സമയത്ത് ആ ചലം ഒഴുകിയിട്ട് ആ കടലിൽ കെട്ടുപോയിരുന്നു. അത്രയും ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു
അദ്ദേഹം അടങ്ങുന്ന സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖാലിബു വശദ്ദിദു വഅമിലു, പോരട്ടോ, ഇതൊന്നും പോരാ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു യുദ്ധത്തിന് പോകണം. ആ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ഫണ്ടില്ല. ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി റസൂലുള്ള സഹായം അഭ്യർത്ഥിച്ചപ്പോ കിഴികൾ ഇങ്ങനെ കൊണ്ടുവച്ചു. അതിൽ നിന്ന് ഒന്നാമത്തെ കിഴിയെടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇത് ആരുടേതാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റേതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല അബൂബക്കർ, അങ്ങയുടെ വീട്ടിൽ ഇനി എന്തെങ്കിലും ബാക്കിയിരിപ്പുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങും അല്ലാഹും അങ്ങുമല്ലാതെ മറ്റൊന്നും ഇനി അബൂബക്കറിന്റെ കയ്യിൽ ഇല്ല നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, ഒരു ദിവസം നിങ്ങളിൽ നിന്ന് ഇന്ന് ഒരു മയ്യത്തിനെ സന്ദർശിച്ചത് ആരാണ്? സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു, അന യാ റസൂലല്ലാഹ്. പോരാ, ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അന യാ റസൂലല്ലാഹ്. ആരാണ് ഇന്ന് നോമ്പ് നോറ്റത്? അതെ, ഞാനാണ് നബിയെ, ഞാൻ നോറ്റിട്ടുണ്ട്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതെ, സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പോരട്ടോ, പോരെ, ഇനിയും ഒന്നുകൂടി മുറുക്കി ഉടുക്കണട്ടോ, ഒന്നുകൂടി നിങ്ങൾ ഇറങ്ങണം, നന്നായി അധ്വാനിക്കണം, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടണമെങ്കിൽ. അത് മാത്രോ, അല്ലാഹുവിന്റെ റസൂല് ഉഹദിന്റെ യുദ്ധത്തിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ഓടി വരികയാണ്. എല്ലാവരും വിട്ടേച്ചു പോയി, ആരുമില്ല. ആ സമയത്ത് ധീരയായ ഒരു വനിത അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ വീര്യം ഉപയോഗിച്ച് തന്റെ ശരീരം റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന അമ്പുകളെ ഏറ്റെടുത്തുകൊണ്ട് 80ഓളം മുറിവുകൾ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിരുന്ന ധീരയായ ഒരു വനിതയുണ്ടായിരുന്നു, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു അമ്മാറ ഇരിക്കുന്ന സദസ്സിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖാലിബു ശദ്ദിദു വഅമിലു, പോരട്ടോ, ഇങ്ങനെ ഒന്നും പോരാ, ഇനി ഒന്നുകൂടി മുറുക്കിയെടുക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ പര്യാലോചിക്കണ്ടേ? നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും ഒരു സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിയായി, ഒരു ദുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞവരായി, അല്ലേ? മഹാന്മാര് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തത് എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂല് ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ഒരാളുടെ കഥ വിവരിക്കുന്നുണ്ട്. അല്ലാഹ് പറഞ്ഞു കൊടുത്തതാ, സ്വർഗത്തിലേക്ക് എത്തി, മഹ്ശറിലെത്തി, എല്ലാ അമലുകളും കണക്കെടുപ്പ് കഴിഞ്ഞ് അങ്ങനെ സ്വർഗത്തിലേക്ക് ഇടുമ്പോ ഒരു മനുഷ്യനെ, നല്ല ഇബാദത്തുള്ള ബനൂ ഇസ്രായേലിലെ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഇടുന്ന സമയത്ത്, ഇടാൻ പറയുന്ന സമയത്ത് അല്ലാഹ് പറഞ്ഞു മലായിക്കത്തുകളോട്, മലായിക്കത്തുകളെ, ഇദ്ദേഹത്തെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ എന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ അയാൾക്കൊരു സംശയം, ഞാൻ ഇത്രകാലം ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗത്തിൽ പോകാൻ ഉതകുന്ന അത്രയും ഇബാദത്തുകൾ ചെയ്ത എനിക്ക് ഇനി അല്ലാഹുവിന്റെ അനുഗ്രഹം വേണോ? എന്തിനാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ എന്നെ സ്വർഗത്തിലേക്ക് വിടാൻ പറഞ്ഞത്? അല്ലാഹുവിനോട് ചോദിച്ചു, എന്തേ റബ്ബേ ഇങ്ങനെ? അല്ലാഹ് പറഞ്ഞു, മലായിക്കത്തുകളോട് പറഞ്ഞു, ആ മനുഷ്യന്റെ കണ്ണിന് ചൂഴ്ന്നെടുക്കാൻ. എന്നിട്ട് അത് മീസാനിലേക്ക് വെച്ചു, തൂക്കി നോക്കി. ആ മനുഷ്യന് നൽകിയ കണ്ണുണ്ടല്ലോ, അയാൾ അത്രയും കാലം ആരാധിച്ച, നിർവഹിച്ച അമലുകൾ ഒന്നുപോലും ആ കണ്ണ് കൊടുത്തല്ലോ റബ്ബ്, ആ കണ്ണിനുള്ള അനുഗ്രഹത്തിന്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. അതാണ് അല്ലാഹ് ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകളെ തന്നിട്ടില്ലേ? പോരെ, കണ്ണില്ലാതെ പുറത്തോട്ട് ഇറങ്ങി നോക്കണം, അല്ലേ? ഇവരറിയും, ഒരു റോഡിന്റെ നടുക്കിറങ്ങിയാലേ അതിന്റെ അനുഗ്രഹം മനസ്സിലാകണമെങ്കിൽ കണ്ണില്ലാത്തവരെ കാണണം, അവരുടെ വേദനകളെ അറിയണം, അവരോട് സംവദിക്കണം. അപ്പോഴാണ് നമുക്ക് കണ്ണിന്റെ അനുഗ്രഹം എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകളെ സംവിധാനിച്ചു തന്നിട്ടില്ലേ? അല്ലാഹ് ചോദിക്കുക, ഉണ്ടല്ലേ? കണ്ണ് തന്നിട്ടുണ്ട്. ആ കണ്ണിനെ നാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചിന്തിക്കണ്ടേ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു
ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബ്ബേ ഞാൻ ഉസ്മാനിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് റബ്ബേ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം തൃപ്തനാണ് റബ്ബേ, ഉസ്മാനിന്റെ കാര്യത്തിൽ നീ തൃപ്തിപ്പെടണേ റബ്ബേ, നീ തൃപ്തിപ്പെടണേ റബ്ബേ എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ചുറ്റുവട്ടം ഒന്ന് നോക്കി നോക്കൂ. ഹാദാ വഖഫു സയ്യിദുനാ ഉസ്മാൻ, ഹാദാ വഖഫു സയ്യിദുനാ ഉസ്മാൻ എന്നിങ്ങനെ കാണാം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് സംഭാവന ചെയ്തതായിരുന്നു കൂട്ടരെ. മാത്രമോ ഒരു ജൂതൻ മുസ്ലിങ്ങൾക്കുള്ള വെള്ളം തടസ്സപ്പെടുത്തി ആകെ ഒരു കിണറാണ്, റൂമ കിണർ എന്ന് പറയുന്ന ഒരൊറ്റ കിണർ. അള്ളാന്റെ റസൂല് പറഞ്ഞ് ഇങ്ങനെ സംഭവം സഹായിക്കണം. 20,000 ദിർഹം കൊടുത്തിട്ട് ആ കിണർ ആ ജൂതനിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ട് മുസ്ലിമുകൾക്ക് വഖഫ് ചെയ്തു. ആര്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്ന് വുളൂ ചെയ്തിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് വരും ജമാഅത്തിന് വേണ്ടി. തിങ്ങിയ താടിയുള്ള, ഒരിക്കൽ പോലും കൂട്ടുകാർ പറയുന്ന നെഞ്ചിടം ആ താടിയുടെ തിക്നെസ് കൊണ്ട് ഇന്ന് അവർക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്ര വലിയ തിങ്ങിയ താടിയുള്ള മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വുളൂ ചെയ്തിട്ട് ആ ഖബർസ്ഥാനിലൂടെയാണ് നടന്നു വരുന്നത്. ഖബറ് കാണുന്ന സമയത്ത് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കരഞ്ഞ് തന്റെ താടി രോമങ്ങളിലൂടെ അപ്പോൾ വുളൂ ചെയ്തിട്ട് ഒഴുകുന്ന വെള്ളത്തെ പോലെ, വെള്ളം ഒഴുകുന്നത് പോലെ പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ, താടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുമായിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖരിബു ശദ്ദിദു വഅമിലു, പോരെ കേട്ടോ, ഒന്നുകൂടി മുറുക്കിയെടുക്കണം, അരമുണ്ടൊക്കെ ഒന്ന് മുറുക്കിയെടുക്കണം, അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്ത് ചെയ്തു? നമ്മളൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ ആലോചിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കണ്ട കൊട്ടാരം ആരുടേത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റേത്. എന്നാൽ ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് മാദാ തഖൂലു ഇൻദ റബ്ബിക അബ്ഗദൻ യാ ഉമർ എന്ന് സ്വന്തത്തോട് ചോദിച്ചത്. എനിക്ക് എന്ത് പറയാൻ കഴിയുമെന്ന് ഉഖാദ ചന്തയിലുള്ള മത്സ്യം വിൽക്കുന്ന ഒരു മീൻ കച്ചവടക്കാരി പെണ്ണ് പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഉമറിന്റെ കഴുത വേണമെങ്കിൽ മുസ്ലിമായേക്കാം, എന്നാലും ഉമറിന് മാറാൻ കഴിയില്ല. അങ്ങനെയുള്ള ഉമർ, ആ ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇന്ന അദാബ റബ്ബിക ലവാഖി എന്ന ഒരായത്ത് രാത്രിയിൽ പ്രജകളുടെ ക്ഷേമമറിയാൻ വേണ്ടി കഴുതപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട സമയത്ത് ഇങ്ങനെ നിന്നുപോയി. ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന അദാബ റബ്ബിക ലവാഖി എന്ന ആ ആയത്ത് അങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കഴുതപ്പുറത്ത് നിന്ന് താഴേക്ക് ബോധരഹിതനായി വീണുപോയി. പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അവസാനം ആളുകൾ രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന രീതിയിൽ പോകാൻ തുടങ്ങി. എന്തേ? ഇവിടെ വിശുദ്ധ ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പാരായണം ചെയ്തിട്ട് നമുക്കെന്താ? മദലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമദലിൽ ഹിമാർ, അല്ലേ? മദലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമദലിൽ ഹിമാർ. പാണ്ടക്കെട്ട് ഇങ്ങനെ പേറി നടക്കുന്ന ഗ്രന്ഥക്കെട്ടുകൾക്ക് പേറി നടക്കുന്ന കഴുതകളെ പോലെയാണ് എന്ന് മനുഷ്യർ ഉപയോഗിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. വിശുദ്ധ ഖുർആൻ നമ്മോട് ദിവസവും സംവദിക്കുന്നില്ലേ? നമ്മൾ ഖുർആനിനോട് സംവദിച്ചോ? നമ്മൾ സ്വർഗത്തിന്റെ ആളാ.
ഇവിടെയാണ് ഇസ്തിഗ്നാ എന്ന് പറയുന്ന സംഗതി. എല്ലാം തികഞ്ഞുപോയി. ഏത് ഇബാദത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അപ്പൊ സ്വീകരിച്ചില്ല. 6 മാസക്കാലം സ്വഹാബ കിറാം 6 മാസക്കാലം പ്രാർത്ഥിക്കുമായിരുന്നു തന്റെ റബ്ബിനോട്, റബ്ബേ സ്വീകരിക്കണേ സ്വീകരിക്കണേ. എന്ത്? റമളാൻ മാസത്തിൽ ഒറ്റ നോമ്പില്ലേ, ആ നോമ്പ് തന്റെ റബ്ബ് സ്വീകരിച്ചിട്ടില്ലേ, എന്ത് സംഭവിക്കും റബ്ബേ എന്ന ബേജാറായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ലൈത ഉമ്മി ലം തലിദ്നി ലൈതനി കുന്തു സബിയ്യ, ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആര്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. പോരാ, ലൈതനി കുന്തു സബിയ്യ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ. മനോഹരമായ ഈ ലോകത്ത് കാണാൻ ശരിയാണ്, എങ്കിലും ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് മരിച്ചു പോയിരുന്നെങ്കിൽ നാളെ അല്ലാഹുവിന്റെ സവിധത്തിൽ ഞാൻ സമാധാനം പറയേണ്ടി വരില്ലായിരുന്നല്ലോ. മാത്രമല്ല, ഒരു ദിവസം ഒരു കുന്നിന്റെ മുകളിലേക്ക് ആളുകൾ ഇങ്ങനെ ഓടി കയറുക. ആളുകളൊക്കെ ഇങ്ങനെ ഓടി കയറുന്നുണ്ട്. എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അതിന്റെ മുകളിൽ. എന്താണെന്നറിയോ? 33 വയസ്സ് മാത്രമുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ കുരിശിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇരു കൈകളിലും ആണി അടിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. രക്തം വാർന്നൊഴുകുകയാണ്. ശരീരത്തിലൊക്കെ ആണി അടിച്ചിട്ട് രക്തം ഇങ്ങനെ വാർന്നൊഴുകുകയാണ്. സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിച്ചുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ പറഞ്ഞു, യാ ഹുബൈബ്, നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ രക്ഷ നൽകാം, നിന്നെ ഞങ്ങൾ രക്ഷിച്ചേക്കാം. പക്ഷേ നീ ഒരേ ഒരു വാക്ക് പറയണം, ഈ ശിക്ഷ എനിക്ക് നൽകുന്നതിന് പകരം നിങ്ങൾ മുഹമ്മദിന് നൽകണം എന്ന് മാത്രം വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ഹുബൈബ്, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ വെച്ച് പാട്ടുപാടി. ഫലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമാ, ഫലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമാ, ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇവിടെ എന്തെനി സംഭവിച്ചാൽ എനിക്ക് എന്ത് വരാനാ? നോക്കൂ നിങ്ങൾ, ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ എനിക്ക് എന്ത് വരാനാ? 33 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ 6 വരി പാട്ട്. എപ്പോ? നല്ല സുഖത്തിൽ ഇങ്ങനെ ഇരുന്ന് 2 പുകയൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുക, എന്നിട്ട് അതിലിങ്ങനെ എഴുതുക. അല്ല, ആണോ? അല്ലല്ലോ. അവിടെ ഏറ്റവേദൻ മരണം മുന്നിൽ കണ്ടുകൊണ്ട് കൈയിന്റെ ഇടയിലും ഈ കൈയിന്റെ ഇടയിലും ഇങ്ങനെ ആണികൾ അടിച്ചു കയറ്റി, ശരീരത്തിലൊക്കെ ആണി അടിച്ചു കയറ്റിയിട്ട് അതിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകുകയാണ്. ആ സമയത്ത് നിന്നെ രക്ഷിക്കാം, നിനക്ക് രക്ഷ നൽകാമെന്ന് പറഞ്ഞിട്ടും അവിടെ പറയുന്നത് എന്താ? ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുകയാണ് നമ്മൾ. അല്ലേ? നമ്മൾ പുനരാലോചിക്കണം. ബദറിന്റെ രണാങ്കണം അല്ലേ? നോക്ക് നിങ്ങള്, ബദറിന്റെ രണാങ്കണത്തിൽ മരണത്തിന് തയ്യാറായിരിക്കുകയാണ്, ഷഹീദാകാൻ തയ്യാറായിരിക്കുക. അതുപോലെ തന്നെ യുദ്ധത്തിനൊക്കെ പോകാൻ വേണ്ടി, ആവേശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെറിയ പയ്യന്മാരൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? പ്രായം തയ്യാത്ത ആൾക്കാരൊക്കെ പോയിട്ട് കാലുമലിങ്ങനെ എഴുന്നേറ്റ് നിന്ന് നോക്കും. റസൂലുള്ള കാണും. റസൂലുള്ള എന്ത് ചെയ്യുന്നറിയോ? കുറെ സമയം അങ്ങനെ നിർത്തും. അപ്പൊ ഇവര് കാല് കുഴഞ്ഞിട്ടങ്ങ് ഇറക്കും. അപ്പൊ ചെറുതാണില്ലേ, ആയിട്ടില്ലല്ലേ? നോക്കൂ നിങ്ങൾ, എത്രയെത്ര മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നാളെ അല്ലാഹുവിങ്കൽ ഒരു ശുഹദാഇന്റെ മാതാവാകാൻ എനിക്ക് കഴിയുമല്ലോ. നോക്കൂ നിങ്ങൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീന് നമുക്ക് നൽകുന്ന അവസരങ്ങളെയും നമുക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണ്ടേ നമ്മൾ? മഹാന്മാരായ സ്വഹാബത്ത് എത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം പ്രയാസപ്പെട്ടാണ് ഈ ദീനിനെ സംരക്ഷിച്ചെടുത്തത്. നമ്മളൊരു തഹജ്ജുദ് നമസ്കരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്ര പ്രയാസപ്പെടുന്നവരാണ്.
92 വയസ്സിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തളർന്നു പോയി. ആര്? സൈനബ് റളിയല്ലാഹു അൻഹ. നോക്കൂ, 92 വയസ്സ്. നമുക്ക് ഇപ്പോഴും ഒരല്പം ഭക്ഷണം അധികം കഴിച്ചിട്ടാണ് നിൽക്കാൻ കഴിയില്ല അല്ലേ? തറാവിഹ് ആകെ 8 റക്അത്ത്. ആ 8 റക്അത്തിന് ഓതുന്ന സൂറത്ത് ഒരല്പം ഒന്ന് നീണ്ടുപോയാൽ, അൽ ബഖറ എങ്ങാനും നീണ്ടുപോയാൽ പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരു ചുമയാ അല്ലേ? ഈ 92 വയസ്സ് പ്രായവത്തി നിൽക്കുന്ന സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചിരുന്ന മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഇവിടുന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് തറാവീഹ് നിസ്കരിച്ച് പോവുക അല്ലേ? വെറുതെ അല്ല അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്, ഖാരിബു വശദ്ദിദു വഅമിലു വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. എല്ലാവർക്കും അറിയാം ഈ ആയത്തും, എല്ലാവർക്കും അറിയാം ഇതിന്റെ പരിഭാഷയും. കാലക്കച്ചോളെ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരാൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ല നബിയെ, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദായാൽ അയാളുടെ സ്ഥാനം എവിടെയാണ്? ഫിൽ ജന്ന. കേട്ടതേ ഉള്ളൂ. കാരക്ക കടിച്ചുകൊണ്ടിരിക്കുന്ന കാരക്കയെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങി അവിടെ നിന്ന് ഷഹീദായി സ്വർഗം ഭരിച്ചു. അവിടെയാണ് ധൃതിപ്പെടണം. നാളെ ചെയ്യാം, അടുത്ത ദിവസം ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നല്ല ആലോചിക്കേണ്ടത്. ഇന്ന് ഈ സമയം ഇപ്പൊ കിട്ടുന്നതാണ് ലാഭം. ഇവിടുന്ന് അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന എന്താ ഉറപ്പ്? ആ ഇരിപ്പിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ പറ്റുമോ? പറ്റൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അറിയോ? എനിക്കറിയോ, നിങ്ങൾക്കറിയോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ആ സമയത്തിയാല് അല്ലാഹു അങ്ങോട്ടും വിടൂല ഇങ്ങോട്ടും വിടൂല. നാളെ അല്ലാഹുവിന്റെ സമിതത്തിൽ ചെന്ന് ഉറപ്പായതിനു ശേഷം, മുഅ്മിനായതിനു ശേഷമല്ല, മൂമിനായതിനു ശേഷം പിന്നെ റബ്ബേ ഞങ്ങളെ ഫർജിഇനി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നെ വിട്ടുതന്നെ മടക്കി തന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് ദുനിയാവിൽ വെച്ച് പ്രവർത്തിക്കാനല്ലേ. നിങ്ങൾക്ക് ഞാൻ ആരോഗ്യം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ സമയം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കാതിരിക്കില്ല. 5 കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാതെ ഒരടി മുമ്പോട്ട് വെക്കാൻ കഴിയില്ല. ലാ തസൂലു ഖദമ. 5 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി പറയാതെ നിന്റെ ആരോഗ്യം നീ എന്തിന് ചെലവഴിച്ച്, നിന്റെ സമയം നീ എന്തിന് ചെലവഴിച്ച്, ഇതിന് മറുപടി പറയാതെ റബ്ബ് വിടൂല. എനിക്ക് സമയമല്ല, എനിക്ക് ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാൻ സമയമല്ല, ഒരു ഖുർആന് പോകാൻ സമയമല്ല അല്ലേ? 11 മക്കളെ പോറ്റി, ഒട്ടകത്തെ പോറ്റിക്കൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ എങ്ങനെയാണെന്നറിയോ? കാരക്കക്കുരു അത് പെറുക്കിയെടുത്തിട്ട് ഒട്ടകത്തിന് ഭക്ഷണമാക്കി കൊടുത്തിട്ട് എത്ര എണ്ണം ഈ പെറുക്കേണ്ടി വരും? ആ അസ്മാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ നിന്ന് ദുഹാ നമസ്കാരത്തിന്റെ പുണ്യത്തെ കുറിച്ച് കേട്ടതിന് ശേഷം ആ ദിവസം വരെ ഒരു ദിവസം പോലും ഒഴിവാക്കിയിട്ടില്ല. നമ്മളോ ഈ ദിവസം വരെ ഒരെണ്ണം പോലും നമസ്കരിച്ചിട്ടില്ല എന്നല്ലേ നമുക്ക് പറയാൻ കഴിയാം. തസ്ബീഹ ഫാത്തിമ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് എന്റെ അമ്മാച്ചനിൽ നിന്ന് അത് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. തസ്ബീഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കിടക്കുന്ന സമയത്ത് ചെല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ്.